യക്തുബു അദ്ദേഹം എഴുതുന്നു. യക്തുബു അദ്ദേഹം എഴുതുന്നു. യക്തുബു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അൻ അനസിൻ റളിയല്ലാഹു അൻഹു ഖാല. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, അദ്ദേഹം പറഞ്ഞു. അൻ ഹർഫു ജറുൻ മബനിയുൻ അലസുക്കൂനി. അനസിൻ അനസിൻ ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർരിഹി ഇസ്മുൻ മജ്റൂറുൻ ബിഹർഫി അലാമത്തു ജർരിഹി അൽ കസ്റത്തു ളാഹിറ. റളിയ റളിയല്ലാഹു റളിയ ഫിഅലുൻ മാളിൻ മബനിയുൻ അലൽ ഫതഹി. അല്ലാഹു ലഫ്ലുൽ ജലാല ഫാഇലുൻ മർഫൂഉൻ അല്ലാഹ്. അൻഹു അൻ ഹർഫു ജറിൻ മബനിയുൻ അലസുക്കൂനി. അൽ ഹാഉ ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അല ളമ്മി ഫി മഹല്ലി ജറിൻ ബിഹർഫി. ജറിൻ്റെ മഹലിലാണ്. ഖാല അദ്ദേഹം പറഞ്ഞു. ഖാല ഫിഅലുൻ മാളിൻ മബനിയുൻ അലൽ ഫതഹി വൽ ഫാഇലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അടുത്തത് മാ മസിസ്തു ദീബാഹൻ. മാ മസിസ്തു ദീബാഹൻ വലാ ഹരീറൻ. മാ മസിസ്തു ദീബാഹൻ വലാ ഹരീറൻ അല്യന മിൻ കഫി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ വെച്ച് നിർത്താം. അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. മാ മസിസ്തു ഞാൻ തൊട്ടിട്ടില്ല, സ്പർശിച്ചിട്ടില്ല. മസ്സ എന്ന് പറഞ്ഞാൽ അവൻ സ്പർശിച്ചു. മസ്സ മസ്സ മസ്സു മസ്സത്ത് മസ്സത്ത മസിസ്ന മസിസ്ത മസിസ്തുമാ മസിസ്തും മസിസ്തി മസിസ്തുമാ മസിസ്തുന മസിസ്തു മസിസ്ന. മസിസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ സ്പർശിച്ചു. മാ മസിസ്തു ഞാൻ സ്പർശിച്ചിട്ടില്ല. ദീബാഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അറബീകരിച്ചൊരു പേർഷ്യൻ വാക്കാണിത്. പട്ടുവസ്ത്രം എന്ന് പറയും. ദീബാഹൻ ഇപ്പുറത്തെ പേജിലുണ്ടായിരിക്കും. ദീബാഹൻ, ഒരു മിനിറ്റ്. ദീബാഹൻ ഇവിടെ ഉണ്ടാവൂലേ? ദീബാഹൻ എന്ന് പറഞ്ഞാൽ ബ്രോക്കേഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പട്ടുവസ്ത്രം ട്ടാ. ദീബാഹൻ പട്ടുവസ്ത്രവും ഞാൻ സ്പർശിച്ചിട്ടില്ല. വല ഹരീറൻ. ഹരീർ എന്ന് പറഞ്ഞാൽ പട്ട്. ശരിയാണ് കേട്ടാ. എൻ്റെ തെറ്റിയ ദീപാജനാണ്, ജീമിനാണ് കേട്ടാ. ഞാനും ഈ ഒരു വാക്ക് കണ്ടിട്ടില്ല. ഹരീറൻ നമുക്കറിയാം പട്ട്. ദീപാജൻ തന്നെയാണ് കേട്ടോ, ജീമാണ് കേട്ടോ ഇതിലുള്ള. ഞാൻ വായിച്ചു തെറ്റിയതാണ്. ദീപാജനാണ്. ദീപാജൻ. ശരി. മസിസ്തു ദീപാജൻ വല ഹരീറൻ. ഞാനൊരു പട്ടുവസ്ത്രവും പട്ടും സ്പർശിച്ചിട്ടില്ല. പട്ട് അല്യന എന്ന് പറയുമ്പോൾ അല്യന ഇതിന് മൃദുലമായ ലയ്യിൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്. അല്യന അതിൻ്റെ ഇസ്മുത്തഫ്ലീലാന്ന് തോന്നുന്നു അല്ലേ? ഇസ്മുത്തഫ്ലീലാണ്. അതെ, അല്യന. ലയ്യിൻ എന്ന് പറഞ്ഞാൽ മൃദുലം. അല്യന ഏറ്റവും മൃദുലമായ പട്ടുവസ്ത്രം. ഏറ്റവും മൃദുലമായ പട്ടുവസ്ത്രമോ ദീപാജോ ഞാൻ തൊട്ടിട്ടില്ല. മിൻ കഫി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിൻ്റെ കഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ. കഫ് എന്ന് പറഞ്ഞാൽ കൈ നല്ല എന്താ പറയുക? കഫിനെന്താ കൊടുത്തിട്ടുള്ളത്? പാമ്പ് ട്ടാ. ഉള്ളംകൈ പാമ്പ്. ഉള്ളംകൈ അങ്ങനെ പറയാം. ഉള്ളംകൈ. റസൂലിൻ്റെ ഉള്ളം കൈയിനേക്കാൾ അല്യനായിട്ടുള്ള അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളം കൈയിനേക്കാൾ ലോലമായ ഒരു പട്ടു ദീപാജോ ഹരീറോ ഞാൻ സ്പർശിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ സ്പർശിച്ചിട്ടില്ല. മാ ഹർഫു നഫീൻ മബനിയുൻ അലസുക്കൂനി. മസിസ്തു ഫിഅലുൻ മാളിൻ മബനിയുൻ അലസുക്കൂനി. അത്താഉ ضمير متصل مبني على الضم
في محل رفع فاعل فعل ماضي مبني على السكون تو فاعل ديباجا مفعول به منصوب علامة نصبه الفتحة الظاهرة واو حرف العطف مبني على الفتح لا محل له من الإعراب ദീപാജ്യൻ പറഞ്ഞാൽ പട്ടുവസ്ത്രം അങ്ങനെ വളരെ എന്തോ ഒരു പട്ടിൻ്റെ തന്നെയാണ് അത് പട്ടുവസ്ത്രം തന്നെയാണ് പറയുക ദീപാജൻ ഹരീറൻ എന്ന് പറഞ്ഞാൽ പട്ട് മഅതൂഫുൻ അലാ ദീപാജൻ മഅതൂഫുൻ അലാ ദീപാജൻ മൻസൂബാണ് അത്തുഫ് ചെയ്യപ്പെട്ടതാണ് അത്തുഫ് ചെയ്യപ്പെടുമ്പോൾ മഅതൂഫിൻ്റെ അതേ ഇറാബ് തന്നെ മഅതൂഫുൻ അലൈഹിക്കും വേണം അല്യന എന്നത് നഅത്തല്ലേ നഅത്താണ് അല്യന നഅത്ത് അല്യന മലയാളം ബ്രൊക്കേഡ് ഞാൻ വായിച്ചു മലയാളം അതിന് മലയാളമാണ് ചോദിച്ചത് ബ്രൊക്കേഡ് അത് പട്ടിൻ്റെ ഒരു തരം വസ്ത്രം തന്നെയാണ് അത് ഒരു വളരെ എന്താ പറയാ സാധനങ്ങളുണ്ട് ബ്രൊക്കേഡ് ഉണ്ട് വസ്ത്രം ഉണ്ടല്ലോ തുണി തുണി അതില് ദീപാജ് ഉണ്ടോ ദീപാജ് ഇല്ല ടീച്ചറെ ദീപാജ് ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ നമ്മള് ദീപാജ് അല്ലേ നോക്കണത് ദീപാജിന്റെ മലയാളം കൊണ്ടേ അത് ചിത്രപ്പണികളോടുകൂടിയുള്ള വസ്ത്രം അത് തന്നെ നൂല് കൊണ്ട് ത്രെഡ് വർക്കൊക്കെയുള്ള കസവ് കൊണ്ടുള്ള അലങ്കാരപ്പണിയുള്ള വസ്ത്രം ഇങ്ങനെയാണ് പിന്നെ മിൻ ഹർഫു ജെറിൻ മബനീൻ അല സുകൂനി കഫിൻ എന്നുള്ളത് ഇസ്മുൻ മജറൂറുൻ ബിഹർഫിൻ വഹുവ മുലാഫ് റസൂലി മുലാഫിൻ ഇലൈഹി വഹുവ മുലാഫ് അല്ലാഹു ഇസ്മുൽ ജലാല മുലാഫിൻ ഇലൈഹി സ്വല്ല فعل ماض مبني على الفتحة المقدرة للتأذر الله لفظ الجلالة فاعل مرفوع عليه جار ومجرور واو حرف العطف سلم سلم എന്തായിരിക്കും സല്ലമ അലൈഹി ജാറുൻ വമജ്റൂറുൻ അല്ലാഹുവിൻ്റെ സലാത്തും സലാമും അല്ലേ സല്ലമ പറയണത് സല്ലമ എന്തായിരുന്നു അത് ഒരു മാലി തന്നെയാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒരൊറ്റ മിനിറ്റ് അല്ലേ എന്തായാലും സല്ലമ എന്നുള്ളത് ഫേല് മാലി മബനീൻ അലൽ ഫത്തഹത്തിൽ ലാഹിറ പിന്നെ സല്ലമ പിന്നെ വൽഫായിലും നമീറുൻ മുസ്തത്തിറും തഖ്ദീറുഹു ഹുവ ഒരു ഇതാണ് കേട്ടോ പ്രാർത്ഥനയായിട്ട് മാലി വരുമല്ലോ അതാണ് കേട്ടോ ദുആ എന്താ പറയുക അതിന് ജുംലത്തു ദുആഇയെ എന്തോ ഒരു വാക്കുണ്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം സല്ലമ പിന്നെ അമ്രുഫേലായിട്ട് വരും പക്ഷെ ഇവിടെ സല്ലമ മാലിയാണ് ഫ അല പാറ്റേൺ അല്ലേ ഫ അല സബ്ബഹ സല്ലമ ശരിയായിരിക്കാം അതെ കേട്ടാ സബ്ബഹ ഫ അല പാറ്റേൺ ആണ് കേട്ടാ മാലിയാണ് സല്ലമ ഫ അല യുഫഇലു അതാണ് സല്ലമ യുസല്ലിമു തസ്ലീമു ശരി പിന്നെ സല്ലിമാണ് അതിൻ്റെ ഇത് അല്ലേ അല്ല സബ്ബിഹ് അതിൻ്റെ അമ്രുഫേൽ അപ്പോൾ ഞാൻ ഇതുവരെ ഒരു പട്ടോ അല്ലെങ്കിൽ ഒരു ദീപാജോ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഫിൻ്റെ മൃദുലതയേക്കാൾ ആയിട്ട് സ്പർശിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ എന്താ പറഞ്ഞാൽ വല ഷമിം തു ഞാൻ വാസനിച്ചിട്ടില്ല റായിഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു വാസന കട്ടിപ്പട്ട് അല്ലേ കട്ടിപ്പട്ട് അതാണ് മലയാളം അപ്പോൾ കട്ടിയുള്ള പട്ട് ഓക്കെ ശരി കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞത് ഇവിടെ വലാ ഷമീം തുറായിഹത്തൻ ഖത്തു
അത്തിയബ മിൻ റായിഹത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിൻ്റെ വാസനയേക്കാൾ നല്ലതായ ഒരു വാസനയും ഞാൻ വാസനിച്ചിട്ടില്ല. റസൂലിൻ്റെ വാസനയേക്കാൾ റായിഹത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ വാസനയേക്കാൾ നല്ലതായിട്ടുള്ളൊരു വാസനയും ഞാൻ വാസനിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ വല ഷമീം തു, ഞാൻ വാസനിച്ചിട്ടില്ല. വാവു ഹർഫുലത്ഫ്, ലാ ലാ എന്താ ഹർഫ് നഫി അല്ലേ ഇത്? ലാ, അതെ, ലാ എന്നുള്ളത് ഹർഫ് നഫി. വാസനിച്ചിട്ടില്ല. മബനിയുൻ അല സുക്കൂനി ലാ മഹല്ല ലഹു മിനൽ ഇറാബി. ഷമീം തു ഫിഅലുൻ മാളിൻ മബനിയുൻ അല സുക്കൂനി. التاء ضمير متصل مبني على الضم في محل رفع فاعل. رائحة مفعول به منصوب. കത്തു പഠിക്കാണ്ട് അല്ലേ? കത്തു എന്തായിരുന്നു? ലർഫു സമാൻ അല്ലേ? ഇവിടെ വന്നല്ലോ അല്ലേ കത്തു? ഒരു മിനിറ്റ് കേട്ടോ. കത്തു 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 അതെ, ലർഫു സമാനാണ് കേട്ടോ. ഒരിക്കലും എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ കത്തു വരുന്നത്. ഇതിലുണ്ട് കത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്നുള്ള അർത്ഥത്തിലാണ്. ഒരിക്കലും എന്നൊക്കെയുള്ള ലർഫു സമാനായിട്ടാണ് വരിക. ഇപ്പോഴത്തെ നമ്മൾ 13ാമത്തെ എക്സസൈസിലുണ്ട് കത്തു അബദൻ. അപ്പോൾ കത്തു ഇവിടെയായിരുന്നു. അബദൻ എന്ന് പറഞ്ഞാലും നെവർ, ഞാൻ ഒരിക്കലും ചായ കുടിച്ചിട്ടില്ല. മാ ഷരീബ്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കള്ളു കുടിച്ചിട്ടില്ല. മാ ഷരീബ് തു ഹംറു കത്തു. മാലിൻ്റെ മുന്നിൽ ഇത് വരും, ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ. പിന്നെ ഇവിടെ മണത്തിട്ടില്ല. ഒരിക്കലും ഒരിക്കലും, തീരെ, ഒരിക്കലും. കത്തുനെ നമ്മൾ സാധാരണ പറയാറുള്ളത് മാലിൻ്റെ കൂടെയാണ് അത് പറയാറുള്ളത്. കത്തു ഖാസുൻ ബിൽ മാലി എന്ന് ഇപ്പുറത്തെ നമ്മൾ 13ാമത്തെ എക്സസൈസിലുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? മാഷമിൻ തു റായിഹത്തൻ. അപ്പോൾ ലർഫു സമാനാണ് കേട്ടോ. അത്തിയബ എന്നുള്ളത് ഇസ്മു തഫ്ലീലാണ്. അത്തിയബ അതെ, നമ്മൾ മാലി പറഞ്ഞു, ഞാൻ മണത്തിട്ടില്ലൊരു മണം. ഒരിക്കലും അത്തിയബ നല്ല ഇസ്മു തഫ്ലീൽ അല്ലേ? തൊയ്യിബിൻ്റെ ഇസ്മു തഫ്ലീലാണ് അത്തിയബ. അത്തിയബ ഇസ്മു തഫ്ലീൽ. മിൻ ഹർഫു ജർ, റായിഹത്തി ഇസ്മു മജ്റൂർ. റസൂലിൻ്റെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മണം. റസൂൽ വഹുവ മുലാഫ്, റസൂലി മുലാഫിൻ ഇലൈഹി വഹുവ മുലാഫ്. അള്ളാഹു ഇസ്മുൽ ജലാല മുലാഫിൻ ഇലൈഹി. സ്വല്ല ഫിഅലു മാളി മബനിയുൻ അൽ ഫതഹത്തിൽ മുഖദ്ദരി. അള്ളാഹു ഫാഇൽ അലൈഹി ജാറുൻ വ മജ്റൂർ. ബാബു ഹർഫുൽ സല്ലമ ഫിഅലു മാളി മബനിയുൻ അൽ ഫതഹി. അത്ര മതി. പിന്നെ ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് ആ പ്രാർത്ഥന ഒക്കെ പഠിക്കാം. ബഅദ ലർഫാണ്. ബഅദ അർത്ഥം പറഞ്ഞില്ല അല്ലേ? ബഅദ ഹുനൈഹത്തിൻ. ഹുനൈഹത്തിൻ പുതിയ വാക്കാണ് അല്ലേ? ഹുനൈഹത്തിൻ. ബഅദ ഹുനൈഹത്തിൻ, കുറച്ച് സമയത്തിന് ശേഷം. ഹുനൈഹത്തിന് ഇവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഹുനൈഹത്ത് എന്ന് പറഞ്ഞാൽ വായിൽ, കുറച്ച് നേരത്തിന് ശേഷം. മറ്റേ തൊയ്യിബുൽ ലയ്യിനൊക്കെ 14ാമത്തെ എക്സസൈസിലുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അതിൽ വരുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം. അതെ, വായിച്ചു. ബഅദ ലർഫ് ഹുനൈഹത്തിൻ എന്ന് പറഞ്ഞാൽ മുലാഫിൻ ഇലൈഹി. അകതബ്തും യാ അബ്നായി. അകതബ്തും, നിങ്ങൾ എഴുതിയോ. യാ അബ്നായി, എൻ്റെ കുട്ടികളെ. നിങ്ങൾ എഴുതിയോ മക്കളെ. നിങ്ങൾ എഴുതിയോ മക്കളെ. ഹംസ ഹർഫുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി. കതബ് ഫിഅലുൻ മാളിൻ മബനിയുൻ അല സുക്കൂനി. തും എന്നുള്ളത് ഫായിലാണ്. തും ശരിക്കും തുമ്മനെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. തും എന്നുള്ളതിന് താ ആണ് ഫായിൽ. മീം അവിടെ ജമാഅത്തിനെ കാണിക്കാനാണ് കേട്ടോ.
നമ്മുടെ 8ാമത്തെ പാഠത്തിൻ്റെ ഉണ്ട്, ഞാൻ വീഡിയോ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. അത് ആ ഒരു ലെസണിൽ കറക്റ്റായിട്ട് നമ്മുടെ ഫാഇലിനെ ഈ മാലിയായ ഫെയിലിൽ അല്ല അത് ഉണ്ടല്ലോ, അറ്റാച്ച് ആയിട്ട് വരുന്ന ഫായിലുകളുണ്ടല്ലോ, ഫാല ഫാല ഫാലു ഫാലത്ത് ഫാലത്ത ഫാൽന, പിന്നെ ഫഅൽത ഫഅൽതുമാ തുമാ, അവിടെയൊക്കെ കറക്റ്റായിട്ട് അതെന്താണെന്നുള്ളത് പറയുന്നുണ്ട് 8ാമത്തെ പാഠത്തിൽ ഈ ബുക്കിൻ്റെ. അപ്പോൾ അത് ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ട് വിട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മീമല്ല, സുക്കൂനുള്ള മീമെന്ന് ഉദ്ദേശിച്ചതോടെ ജമാഅത്തിനെ കാണിക്കാനാണ്. യാ ഹർഫുനിദാ അബ്നാഇ മുനാദ മുലാഫുൻ മുലാഫുൻ ഇലേഹി. അപ്പോൾ എന്തായാലും നിങ്ങൾ അബ്നായിയൊക്കെ ഞാൻ ഡീറ്റെയിലേക്ക് പോകില്ല, അപ്പോൾ നമ്മളത് ആലോചിക്കണം കേട്ടോ. അബ്നാഇ മുനാദ മുലാഫുനാണ്, മുനാദ മുലാഫുൻ. അവിടെ എങ്ങനെ വരേണ്ടത് ശരിക്കും? അവിടെ വരേണ്ട ഫതഹയാണല്ലോ വരേണ്ടത്. മുനാദ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തുൽ മുഖദ്ദറ അലാ മാ ഖബല യാ ഉൽ മുത്തകല്ലിമി അലാ മാ ഖബല യാ ഉൽ മുത്തകല്ലിമി, പിന്നെ യാ മുത്തകല്ലിമു മുളാഫിൻ ഇലൈഹി ട്ടാ. അപ്പോൾ ഖാലത്തുല്ലാബു വിദ്യാർത്ഥികൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എഴുതിയോന്ന് ചോദിച്ചപ്പോൾ ലമ്മ, അവിടെ കണ്ടോ ലമ്മ, അതായത് ഇതുവരെ ഇല്ല. ഇവിടെ ലമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇല്ല. ലമ്മ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ്? ഇല്ല, പഠിച്ചിട്ടുണ്ട് അല്ലേ? ലമ്മ പറഞ്ഞിട്ടുണ്ട്. ഒരുമിച്ച് പാഠത്തിൽ വന്നിട്ടുണ്ടല്ലോ. ലമ്മും ലമ്മയും ഇതുവരെ ഇല്ല, നോട്ട് യെറ്റ്. യെസ്, ഇതുവരെ ഇല്ല. അത് നമ്മൾ പിന്നെ ഒരു വാചകത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ അല്ലേ, ജസ്മു ചെയ്യുന്ന അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്, ഒരു വാചകത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ. അപ്പോൾ ഇവിടെ ആ ഒരു ഇത് കളയപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ലമ്മ അപ്പോൾ ഹർഫ് നഫി വജസ്മിൻ വഖൽബിൻ പഠിച്ചിട്ടുണ്ട്. അതിന് ശേഷം എന്ത് കളയപ്പെട്ടിട്ടുണ്ട്? ഇതുവരെ ഞങ്ങൾ എഴുതിയിട്ടില്ല എന്നുള്ളൊരു സംഭവം. ലമ്മ നക്തുബ് അങ്ങനെയൊക്കെ വരും ഒരു ഇത്. അവിടെ ഒരു എന്താ പറയുക, ജുംല 21ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. മഹ്ദൂഫാണ്. ശരി. ഖാലൽ മുദരിസു അധ്യാപകൻ പറഞ്ഞു. യാ അലിയു അലിയേ ലാ തദുന്നു അന്നനി ആഫിലുൻ അമ്മാ തഅമലു. അലിയേ ലാ തദുന്ന അന്നനി ആഫിലുൻ അമ്മാ തഅമലു. അലി, നീ വിചാരിക്കരുത്, ലാ തദുന്ന നീ വിചാരിക്കരുത്, അന്നനി എന്നത് ഞാൻ എന്നത്, ആഫിലുൻ അശ്രദ്ധനാണ്, അമ്മ യാതൊന്നിനെ കുറിച്ച്, തഅമലു നീ പ്രവർത്തിക്കുന്ന. അതായത് ഇവിടെ ഉദ്ദേശിച്ചത് അലി നീ വിചാരിക്കരുത്, നീ ചെയ്യണതിനെ കുറിച്ച് ഞാൻ അശ്രദ്ധനാണെന്ന്. അലി നീ വിചാരിക്കരുത്, നീ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ അശ്രദ്ധനാണെന്ന് നീ വിചാരിക്കരുത്. യാ ഹർഫു നിദാ മബനിയുൻ അലസ്സുകൂനി അലിയുൻ മുനാദ മബനിയുൻ അലദ്ദമ്മി ഫി മഹല്ലി നസ്ബിൻ. ലാ ഹർഫു നഫിയിൻ മബനിയുൻ അലസ്സുകൂനി ലാ മഹല്ല ലഹു മിനൽ ഇറാബി. തദുന്ന നീ വിചാരിക്കരുത്. അല്ല, ഇത് നീ വിചാരിക്കരുത് അല്ലേ, വിചാരിക്കരുത്. അവിടെ നഫിയല്ല കേട്ടോ, ഹർഫു നഹി വജസ്മിൻ വഖൽബിൻ, ഹർഫു നഹി വജസ്മിൻ വഖൽബിൻ. തദുന്ന ഫിഅലുൻ മുളാരിഉൻ. അല്ല ടീച്ചറേ, ഇതിന് കൽബി വരുന്നില്ലല്ലോ, കൽബി വരില്ല, ലാ നഹിയും വജസ്മിൻ മാത്രമല്ലേ വരണ്ടുള്ളൂ. അഫ്വൻ, ശരി, ഞാൻ ആ ലമ്മൻ്റെ ഓർത്ത് പറഞ്ഞത്. ഹർഫു നഫി നഹിയിൻ ജസ്മിൻ, ജസ്മിൻ്റെയും നഹീൻ്റെയും അക്ഷരമാണ്, കൽബില്ല കേട്ടോ, മാറുന്നില്ല. തദുന്ന ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ അലാമത്തു ജസ്മിഹി അൽ സുകൂനുൽ മുഖദ്ദറ. സുകൂനുൽ മുഖദ്ദറയാണ് കേട്ടോ ജസ്മിൻ്റെ അടയാളം, സുകൂനുൽ മുഖദ്ദറ. ഇന്ന ഹർഫു തൗക്കീദിൻ മിൻ അഖവാത്തി അന്ന ഹർഫു തൗക്കീദിൻ മിൻ അഖവാത്തി ഇന്ന. യാ മുത്തകല്ലിം ضمير متصل مبني على السكون في محل رفع ഇസ്മു അന്ന. ഇസ്മു അന്ന, അതിൻ്റെ ഇടയിൽ ഒരു നൂനുൽ വിഖായ ഉണ്ട് കേട്ടോ, നൂനുൽ വിഖായ. ആഫിലുൻ എന്നത് ആഫിലുൻ ഖബറു അന്ന അല്ലേ, അതെ.
ആഫിലുൻ ഞാൻ അശ്രദ്ധനാണ് എന്ന് നീ വിചാരിക്കരുത്. ആഫിലുൻ ഖബറു അന്ന മർഫു മർഫുൻ കറക്റ്റ്. അലാമത്തു റഫ്ഇഹി അൽ ളമ്മത്തു ളാഹിറ. അമ്മ അമ്മ അൻ പ്ലസ് മാ അൻ പ്ലസ് മാ. അന്ന് ഹർഫു ജെറിൻ മബനിയുൻ അല സുക്കൂൻ. അവിടെ ഇൻഷാ അല്ലാ സുക്കൂനിൽ മബനി കാണുന്നില്ല, നമുക്കത് പിന്നെ നോക്കാം. അമ്മ എന്നുള്ളത് കേട്ടോ. പിന്നെ മാ എന്നുള്ളത് അമ്മ എന്നാണെങ്കിൽ എന്തായിരിക്കും? അമ്മയും അമ്മ അരിഫില്ലെങ്കിൽ എന്തായിരിക്കും അവിടെ? അലിഫുണ്ടെങ്കിൽ എന്തായിരിക്കും അത് പറഞ്ഞേ? അലിഫുണ്ടെങ്കിൽ അലിഫുണ്ടെങ്കിൽ അത് മൗസൂലല്ലേ വരിക ടീച്ചർ? അലിഫില്ലെങ്കിൽ അലിഫില്ലെങ്കിൽ അൻ പ്ലസ് അൻ. അപ്പൊ മായ എന്താണ് അവിടെ? മൗസൂലായിരുന്നു. അലിഫ് ഉണ്ടെങ്കിൽ മൗസൂൽ, അലിഫില്ലെങ്കിലോ? മീമിന് അലിഫില്ലെങ്കിൽ ഇസ്തിഫാം. അലിഫില്ലെങ്കിൽ ഇസ്തിഫാം. അതാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. എന്നാണ് വരിക. അമ്മയതസാഅലൂൻ അമ്മയതസാഅലൂനൊക്കെ ആലോചിച്ച് നോക്കുക കേട്ടോ. അമ്മയതസാഅലൂൻ എങ്ങനെ വന്നിട്ടുള്ള? അലിഫ് ഉണ്ടായിട്ടാണോ ഇല്ലാണ്ടാണോ വന്നിട്ടുള്ളത്? ഇല്ല. അപ്പോൾ അവിടെ ഇസ്തിഫാമാണ്. അവിടെ മാ ഇസ്തിഫാമാണ്. അലിഫില്ലാത്തത് കൊണ്ട് അവിടെ മാ എന്നത് ഇസ്തിഫാമാണ് കേട്ടോ. അലിഫുള്ളതാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അമ്മ എന്ന് പറയുമ്പോൾ യാതൊന്നിനെ കുറിച്ച്, യാതൊന്ന്. അപ്പോൾ ഇവിടെ ഇസ്മു മൗസൂലാണ്. അൻ ഹർഫു ജർ മാ ഇസ്മുൽ ഇസ്തിഫാം മബനിയുൻ അല സുകൂനി ഫി മഹല്ലി ജെറിൻ ബി ഹർഫു ജെറ് മുന്നിൽ വന്നതുകൊണ്ട് ഇസ്മു മൗസൂലാണ്. അതുകൂടാതെ അത് ജെറിൻ്റെ സ്ഥാനത്താണ്. എങ്ങനെ? അതായത് അമ്മ പറയുമ്പോൾ അന്ന ഹർഫു ജെറാണ്. അവിടെ അന്നിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഹർഫു ജെറ് മബനിനുള്ള സുക്കൂനി തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ മാ എന്നുള്ളത് മാ ഇസ്മു മൗസൂൽ. മാ ഇസ്മു മൗസൂലി എന്നല്ലേ? മൗസൂലിൻ്റെ ഇസ്മു എന്നല്ലേ? ഇസ്മു മൗസൂലിൻ മബനിയുൻ അല സുക്കൂനി ഫി മഹല്ലി ജെറിൻ ബി ഹർഫ്. ഫി മഹല്ലി ജെറിൻ ബിൽ ഹർഫി. ബി ഹർഫ് എന്നല്ല, ബിൽ ഹർഫി. പറയാൻ പറ്റില്ലേ? നമ്മള് ഇതിനൊക്കെ പറയാറില്ലേ? ക്വസ്റ്റ്യൻ വേർഡിനൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ ഹർഫ് ജർ മുന്നിൽ വരുമ്പോൾ പറയാറില്ലേ? ഉണ്ട്, പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഇസ്മു മൗസൂലുൻ മബനിയുൻ അല സുക്കൂനി ഫി മഹല്ലി ജെറിൻ ബിൽ ഹർഫി. ഹർഫ് കൊണ്ട് ജെറ് ചെയ്തു. തഅമലു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മതി വൽഫായിലു ളമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു അൻത. തഅമലു സിലത്തുൽ മൗസൂലി ലാ മഹല്ല ലഹാ മിനൽ ഇറാബി. കഴിഞ്ഞില്ലത്? ഇന്നക ലാ തക്തുബു ദർസ. തീർച്ചയായും നീ പാഠം എഴുതുന്നില്ല. ഇന്നക ലാ തക്തുബു ദർസ. തീർച്ചയായും നീ പാഠം എഴുതുന്നില്ല. ഇന്ന ഹർഫു തൗക്കീദിൻ വനസ്മിൻ. ക ദമീറുൻ അൽ കാഫു എന്നാണ് പറയുക കേട്ടോ. അൽ കാഫു ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി നസ്ബിൻ ഇസ്മു ഇന്ന. ലാ ഹർഫു നഫിയിൻ മബനിയുൻ അല സുക്കൂനി ലാ മഹല്ല ലഹു മിനൽ ഇറാബി. തക്തുബു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മതി വൽഫായിലു ളമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു ഹുവ. അദ്ദർസ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തു ളാഹിറ. ലാ തക്തുബു ദർസ അൽ ജുംലത്തുൽ ഫിഅലിയ ഫി മഹല്ലി റഫ്ഇൻ ഖബറു ഇന്ന. അപ്പോൾ കാഫാണ് ഇസ്മു ഇന്ന. ലാ തക്തുബു ദർസ എന്നത് ഖബറു ഇന്ന ആകുന്നു. ഇന്നമാ തക്തുബു റിസാലത്തൻ. തീർച്ചയായും അല്ല, നീ കത്ത് മാത്രമാണ് എഴുതുന്നത്. കത്തല്ലേ? നീ കത്ത് മാത്രമാണ് എഴുതുന്നത്. ഇന്നമ നമ്മൾ ഒരിക്കൽ അനലൈസ് ചെയ്തിട്ടില്ലേ? എന്തുവാ എങ്ങനെ പറയാ? ഇന്നമ
ഇന്നമ നമ്മൾ ഇന്ന എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഇന്ന ഹർഫ് തൗക്കീദ് ആ ആ വനസ്ബി അപ്പോൾ പിന്നെ കാഫ് മാ അല്ലേ? സായിദായിട്ടാണോ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ മറ്റേ പാടെടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നമൽ മാ അമാല് കാഫയാണ്. ബിന്നിയാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ നോട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. മാ കാഫയാണ്. കാഫ് ആ ഇത് പറഞ്ഞല്ലേ, കാഫ കഫത്ത് ഇന്ന അനൽ അമലി എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അങ്ങനെ എഴുതി തന്നിട്ടുണ്ടോ? ഒരു റെഡിൽ എഴുതി. കാഫ എന്ന് പറഞ്ഞാൽ എന്തോന്ന് ടീച്ചറെ? അതിൽ നോക്ക്, നിങ്ങൾ നോട്ട് നോക്ക്. ഇതേത് ക്ലാസ്സോ ഇതല്ല. അതായത് ആ ആ മാന്നുള്ളത് അവിടെ സാധാരണ സായിദത്തുൻ കാഫത്തുൻ കഫത്ത് ഇല ഇൻ അല അൽ അമലി എന്നാണോ അത്, അങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്? അറബി എനിക്കറിയില്ല. അന്ന് എക്സ്പ്ലനേഷൻ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. മാ കാഫ എന്ന് പറഞ്ഞാല് ഇന്ന കൊണ്ടുണ്ടാവുന്ന പിന്നെ ഇന്ന കൊണ്ടുണ്ടാവുന്ന ആ വ്യത്യാസം. സാധാരണ നമ്മൾ ഇന്ന ഇസ്മു ഇന്ന മൻസൂബുൻ ഖബറു ഇന്ന മർഫു എന്ന് പറയൂലേ? അപ്പൊ അങ്ങനെ ഉള്ള ചേഞ്ച് ആ ജുംലയിൽ വരുന്നില്ല ഇന്നമ വരുന്ന സമയത്ത്. ആ ചേഞ്ചിനെ തടയുന്നതാണ് ഈ മാ. അപ്പൊ അവിടെ മൻസൂബും ഒന്നും പറയൂല. സാധാരണ അത് മതി ജുംല ഇസ്മിയ. ആയതാണെന്നല്ലേ? ഇസ്മിയാണെങ്കിൽ മുബത്തദ പറയും. എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. കാഫത്തിൻ്റെ ഡെഫിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ടാതിരിക്കും അതിന് അത് പറയുന്നത് എന്താ വെച്ചാൽ, അതൊരു ജുംലൻ്റെ ഇന്നമൽ എന്തിൻ്റെ മുന്നിൽ വരിക എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല, എവിടെയോ ഉണ്ടായിരുന്നു. എവിടെയാണ് ആവട്ടെ? മാക്കാഫത്തിൻ ഏതൊരു ബുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. ഇന്നമ വായിക്കട്ടെ, നോട്ടൊന്ന് വായിക്കട്ടെ. വായിച്ചോളൂ. ഇന്നമ എന്നുള്ളത് ജുംല ഇസ്മിയയുടെയും ജുംല ഫേലിയയുടെയും മുന്നിൽ വരാം, മുന്നിൽ ഉപയോഗിക്കുന്നു. ഇതിൽ ഇന്ന, മാ, കാഫ എന്നീ രണ്ട് വാക്കുകൾ ഉൾക്കൊള്ളുന്നു. കാഫ എന്നാൽ തടയുക എന്നാണ് അർത്ഥം. ഇവിടെ ഇന്നയിലേക്കാണ് മാ ചേർത്തിരിക്കുന്നത്. അത് പിന്തുടരുന്ന വാക്യത്തിൽ ഇന്ന കാരണം ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഈ മാ തടയുന്നു. ഈ വാക്കിലെ ഇന്നയ്ക്ക് വാക്യത്തിന്റെ ഇറാബിൽ യാതൊരു പങ്കും ഉണ്ടാകില്ല. ഇതിനു ശേഷം വരുന്ന വാചകം ഒരു ജുംല ഇസ്മിയാണെങ്കിൽ അതിന്റെ ഭാഗങ്ങളെ മുബ്തദ ഖബർ എന്ന് വിളിക്കുന്നു. ഇസ്മു ഇന്ന എന്നോ ഖബറു ഇന്ന എന്നോ പറയില്ല. അപ്പോൾ ഇന്നൻ്റെ നമ്മൾ പറയില്ല എന്നാണ് പറയുന്നത്. അതെ, സാധാരണ ജുംലയിൽ വരുന്ന സമയത്ത് അതൊന്ന് ഇറാബ് ചെയ്തേ. ഇന്ന എന്ന് പറഞ്ഞാല് ഹർഫ് തൗക്കീദ് തന്നെയാണ്. അതിന് ശേഷമുള്ളത് പറയില്ല, ഇസ്മു ഇന്നാന്ന് പറയുന്നില്ല എന്നാണ് പറയുന്നത്. അതിന് ശേഷം വരുന്ന ജുംലക്ക് ആ വ്യത്യാസം വരില്ല എന്നുള്ളത്. അതന്നെയാണ് എഴുതി വെച്ചേക്കണ. മാ കാഫ വന്നു കഴിഞ്ഞാൽ ഇന്നയെ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഞാൻ ഇന്നമൻ്റെ ഇട്ടരാട്ടാ. അപ്പോൾ ഇന്നമ ഹർഫു തൗക്കീദിൻ വനസ്ബിൻ മാ കാഫത്തുൻ അല്ലെങ്കിൽ കാഫത്തുൻ കഫത്ത് അനിൽ അമലി. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നൽ അമലി, ഇന്നൻ്റെ പ്രവർത്തനങ്ങൾ അത് തടയുന്നു കേട്ടോ. എവിടെ ഗ്രൂപ്പിൽ ഇട്ടരാം നോട്ട് ഇതിൻ്റെ ഇത് കേട്ടോ. അപ്പോൾ ഇന്ന എന്നുള്ളത് ഹർഫു തൗക്കീദിൻ വനസ്ബിൻ മാ കാഫ ഔ അൽ കാഫിയ. കാഫ എന്ന് പറയും, കാഫിയ അല്ല കാഫ എന്ന് തന്നെ പറയും. കഫത്ത് ഇന്ന അനിൽ അമലി, ഇന്നൻ്റെ അമലിനെ അത് തടയുന്നു കേട്ടോ. ശരി, പിന്നെ ടീച്ചറെ 15ാമത്തെ പാഠത്തിൽ വന്നിട്ട് ടീച്ചർ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ മാക്കാഫയുടെ കാര്യം. 15 അല്ലേ? ഞാൻ നോക്കി, നോട്ട് കണ്ടില്ല. നോട്ട് തന്നെ എൻ്റെ ഓർമ്മയില്ല. നോട്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ശരി കേട്ടാ, എനിക്ക് അത് സംഭവമേ ഓർമ്മയില്ല. അവിടെ നോട്ട് തന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ മനസ്സിൽ കേട്ടാ. പിന്നെ മാനം നമ്മൾ സായിദ എന്നും പറയാറുണ്ട് കേട്ടാ. സായിദാണ്, വർദ്ധിച്ചു വന്നതാണെന്നുള്ളതിൽ പറയാറുണ്ട്. സായിദ കാഫ ആ രീതിയിലും പറയാറുണ്ട് ഇറാബിൽ കേട്ടാ.
അപ്പോൾ പിന്നെ ഇന്നൻ്റെ അമലിനെ അത് തടയുന്നു എന്നുള്ളത് കേട്ടോ. കഫത്ത് ഇന്ന അൻ അമൽ അതിൻ്റെ അമലിനെ തടയുന്നു. തക്തുബു നീയില്ലേ തക്തുബു ഫിഅലുൻ മുളാരിഉൻ മർഫൂഉൻ ബിളമ്മത്തി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത. റിസാലത്തൻ മഫൂലുൻ ബിഹി മൻസൂബുൻ അലാമത്തു തസ്ബീഹ് അൽ ഫതഹത്തുൽ ലാഹിറ അലൈസ കദാലിക അപ്രകാരം അല്ല അല്ലേ അപ്രകാരം അല്ലേ എന്നുള്ളത് കേട്ടോ. ഹംസ ഹർഫുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി ലൈസ ഫിഅലുൻ മാളിൻ നാഖിസുൻ വജാമിദുൻ മബനിയുൻ അലൽ ഫതഹി. കദാലിക ഹർഫു ജർ മബനിയുൻ ഹർഫു ജർ പിന്നെ തഷ്ബീഹ് പറയാറുണ്ടോ അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ഹർഫു ജറാണ്, തഷ്ബീഹാണ് പോലെ എന്നുള്ളത്. ദാലിക ഇസ്മുൽ ഇഷാറ മബനിൻ അലൽ ഫതഹി ഫി മഹല്ലി ജറിൻ ബിൽ ഹർഫി ഹർഫ് കൊണ്ട്. റുദ്ദ അലിയ റുദ്ദ അലിയ എന്നല്ല റുദ്ദ അലയ്യ എന്നാ കേട്ടോ. ഇതെന്താ എഴുതിയിരിക്കണത്? ഇവിടെ അലയ്യ എന്നാണ് കേട്ടോ. അലയ്യ എന്ന് പറഞ്ഞാൽ അല പ്ലസ് അന എൻ്റെ മേൽ. അപ്പം റുദ്ദ റുദ്ദ പറഞ്ഞ നീ മറുപടി പറയുന്നതാണ് കേട്ടോ. അമ്രുഫേലാണ് റുദ്ദ മറുപടി പറയാനായിട്ട് മടക്കുക, മറുപടി എൻ്റെ മേൽ മടക്കുക എന്നപ്പോൾ റുദ്ദ അലയ്യ നീ മറുപടി പറയൂ, നീ എനിക്ക് മറുപടി പറയൂ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇവിടെ ഫിയൽ അംറിൻ മബനിയുൻ അല സുക്കൂനിൽ മുഖദ്ദരി ട്ടാ റുദ്ദ നീ മറുപടി. പിന്നെ വൽഫായിലു അമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അൻത അല ഹർഫു ജർ പിന്നെ യാ മുത്തകല്ലിം ഇസ്മു മജ്റൂറാണ് കേട്ടോ. അലയ്യ മറ്റേത് മടക്കി ബാഗിലേക്ക് വെക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ്. അത് റുദ്ദ പറയും മടക്ക് റുദ്ദ ബാഗിലേക്ക് വെക്കാൻ വേണ്ടിട്ട് എങ്ങനെയാ വാക്ക്? അപ്പൊ അത് നീ മടക്കി നീ അത് ബാഗിലേക്ക് വെക്കും അല്ലെ വെക്കൂന്നാണ് കേട്ടോ. അപ്പോൾ നീ അപ്രകാരമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ബല അതേ ഹർഫ് ജവാബിൻ മബനീൻ അല സുക്കൂനി ഹുവ കദാലിക അത് അപ്രകാരമാണ്. ഹുവ അത് കദാലിക അപ്രകാരമാണ്. ഹുവ ضمير منفصل مبني على الفتح في محل رفع فاعل كاف حرف الجر ذلك اسم مجرور جار ومجرور شبه جملة في محل رفع خبر مبتدأ. ഹുവൻ്റെ ഖബറാണ് കദാലിക എന്ന ജാറുൻ വമജ്റൂറുൻ ശിബഹു ജുംല. അന ആസിഫുൻ യാ ഉസ്താദു ഉസ്താദെ എന്നോട് ക്ഷമിക്കണം. ഐ ആം സോറി. അന ളമീറുൻ മുൻഫസിലുൻ മബനിൻ അല സുക്കൂനി ഫി മഹലി റഫ്ഇൻ ഫാഇൽ ആസിഫുൻ ഖബറുൻ മർഫൂഉൻ യാ ഹർഫുൻ നിദാ ഉസ്താദു മുനാദ. ലൻ അഊദ ലിമിസ്ലിഹി അബദൻ ഇൻഷാ അല്ലാഹു. ലൻ അഊദ ലിമിസ്ലിഹി അബദൻ ഇൻഷാ അല്ലാഹു. ഇതുപോലുള്ളത് ഞാനിനി ഒരിക്കലും ആവർത്തിക്കില്ല. അവിടെ അബദൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും. കത്തു എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? കത്തു എന്ന് പറഞ്ഞാലും എന്താ പറഞ്ഞത്? കത്തു പറഞ്ഞ ഓർമ്മ ഉണ്ടാ? ഇതിന് തൊട്ട് മുന്നിൽ ഒരിക്കലും. അപ്പോൾ അബദൻ എന്ന് പറഞ്ഞാലും ഒരിക്കലും തീരെ. ഇപ്പോൾ കത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിൻ്റെ മുന്നിലും അബദൻ എന്ന് പറഞ്ഞാൽ മുലാരിൻ്റെ അല്ലെങ്കിൽ മുസ്തഖ്ബിലിൻ്റെ മുന്നിൽ കേട്ടോ. ഒരിക്കലും ചെയ്യൂല, ഒരിക്കലും ആവർത്തിക്കില്ല. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു എക്സസൈസിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. ലൻ ഹർഫു നഫീൻ വേറെ എന്തെങ്കിലും രണ്ടെണ്ണുള്ളൂ അത്രേ ഉള്ളൂ അല്ലേ. അപ്പോൾ നഫി ഒരു കാര്യം നിഷേധിക്കാൻ, ഭാവിയിൽ ഒരു കാര്യം ചെയ്യൂല എന്ന് നിഷേധിക്കാൻ ഉപയോഗിക്കുന്ന ഹർഫാണ് ലൻ എന്നത് കേട്ടോ. ലഫു നഫിയാണ്, ഇസ്തിഖ്ബാലാണ്. അഊദ ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ ഫതഹത്തുൽ ലാഹിറ വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു അന. കറക്റ്റ് അല്ലേ? ഫതഹ ലൻ അഊദ കറക്റ്റ്. ലി ഹർഫു ജറിൻ മിസ്ലി ഇസ്മു മജ്റൂർ
വഹുവ മുലാഫ് ഹി മുലാഫിൻ ഇലേഹി ഇതുപോലെയുള്ളത്. കറക്റ്റ് അല്ലേ? ലി മിസ്ലി ഹി അല്ലേ? ഇതുപോലെ മുലാഫിൻ ഇലേഹിയിലെ ലി മിസ്ലിഹി. ലി ഹർഫു ജറാണ്, മിസ്ലി എന്നുള്ളത് ഇസ്മു മജ്റൂറാണ്. രണ്ടും കൂടി ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖും ബിൽ ഫിഅലി. മിസ്ലി എന്നുള്ളത് വഹുവ മുലാഫ് ഹി ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ കസ്രി ഫി മഹല്ലി ജറിൻ ഇസ്മുൻ മജ്റൂറുൻ അബദൻ ലർഫു സമാൻ. ഇൻ ഹർഫു ഷർത്ത് ഷാഅ ഫിഅലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി അല്ലാഹു ലഫ്ലുൽ ജലാല ഫാഇൽ. കറക്റ്റ് ആയില്ലേ? ഇനി ഇതിൽ തമാരീന് നിങ്ങൾ വായിച്ച് നോക്കണം കേട്ടോ. പാഠം മനസ്സിലായിട്ടുണ്ടെങ്കിൽ തമാരീന് വായിച്ചിട്ട് ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക. ഇത് ഭയങ്കര ബുദ്ധിമുട്ടില്ല, പക്ഷേ നമ്മൾ ഫുള്ളായിട്ട് അനലൈസ് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ടൈമായില്ലേ? അല്ലേ? നോക്കിക്കോളൂ കേട്ടോ, തമാരീനെ നോക്കിക്കോളൂ. എക്സസൈസ് അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. ലിമ ലം യഹുജ്ജ മസ്ഊദുൻ ഹാദൽ ആമ. മസ്ഊദ് ഈ വർഷം എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല? മസ്ഊദ് ഈ വർഷം എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല? ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തെഴുതാം, ഉത്തരം മാത്രമായിട്ടും എഴുതാം. എങ്ങനെ പറയാം? ലം യഹുജ്ജ മസ്ഊദുൻ ഹാദൽ ആമ. ഈ വർഷം മസ്ഊദ് ഹജ്ജ് ചെയ്തില്ല കാരണം അവൻ ഹജ്ജിന്റെ ദിവസങ്ങളിൽ രോഗിയായിരുന്നു. കാരണം അവൻ ലിഅന്നഹു കാന മരീലൻ അയ്യാമൽ ഹജ്ജി. ഹജ്ജി എന്നല്ലേ? അയ്യാമൽ ഹജ്ജി. ലിഅന്നഹു കാന മരീലൻ അയ്യാമൽ ഹജ്ജി. ക്വസ്റ്റ്യൻ എടുത്തെഴുതിയാലും കുഴപ്പമില്ല. ലം യഹുജ്ജ മസ്ഊദുൻ ഹാദൽ ആമ. ഈ വർഷം മസ്ഊദ് ഹജ്ജ് ചെയ്തില്ല കാരണം അവൻ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ രോഗിയായിരുന്നു. അടുത്തത് കം മറത്തൻ ഹജ്ജൽ മുദരിസു. അധ്യാപകൻ എത്ര തവണ ഹജ്ജ് ചെയ്തു? ഹജ്ജൽ മുദരിസു ഖംസ മറാത്തിൻ. ഹജ്ജൽ മുദരിസു ഖംസ മറാത്തിൻ. ഖംസ മുളാഫിൻ ഇലൈഹി മഫ്ഊലുൻ ബിഹി ഒക്കെ എഴുതട്ടെ. ഖംസ മറാത്തിൻ. മിൻ ഐന ജാഅത്ത് റായിഹത്തുൽ കരീഹത്തു. വെറുക്കപ്പെട്ട മണം അല്ലെങ്കിൽ ചീത്ത മണം എവിടെ നിന്നാണ് വന്നത്? മിനൽ ഹമ്മാമി. അപ്പോൾ പല രീതിയിലും എഴുതാം. ജാഅത്ത് മിനൽ ഹമ്മാമി, അത് ഹമ്മാമിൽ നിന്നാണ് വന്നത്. അല്ലെങ്കിൽ ജാഅത്ത് റായിഹത്തുൽ കരീഹത്തും കൂടിയിട്ട് എഴുതണമെങ്കിൽ എഴുതാം കേട്ടോ. ലിമാദാ ഖറജത് റായിഹത്തുൽ കരീഹത്തു മിനൽ ഹമ്മാമി. എന്തുകൊണ്ടാണ് വെറുക്കപ്പെട്ട മണം അല്ലെങ്കിൽ ചീത്ത സ്മെല്ല് ബാത്റൂമിൽ നിന്നും പുറത്തു വന്നത്? ക്വസ്റ്റ്യൻ എന്നെടുത്ത് എഴുതാം. ഖറജത് റായിഹത്തുൽ കരീഹത്തു എഴുതാം, അല്ലെങ്കിൽ മിനൽ ഹമ്മാമി ഒക്കെ കൂട്ടി എഴുതാം. കാരണം ലിഅന്നൽ ഖുമാമത്ത അന്നല്ലേ ലിഅന്നൽ ഖുമാമത്ത തീർച്ചയായിട്ടും കാരണം അൽ ഖുമാമത്ത എന്ന് പറഞ്ഞാൽ വേസ്റ്റ് അല്ലത്തി റമാഹ തുല്ലാബി വിദ്യാർത്ഥികൾ എറിഞ്ഞതായ അല്ലെങ്കിൽ അഹദുത്തുല്ലാബി അല്ലേ? അഹദുത്തുല്ലാബി ഒരു വിദ്യാർത്ഥി എറിഞ്ഞതായ വേസ്റ്റ് സദ്ദത്തിൽ ബാലൂഗത്ത അഴുക്കുചാലിനെ അടച്ചു കളഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ.